ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. ഹൈറിച്ചിൻ്റെ പ്രധാനപ്പെട്ട ബഡ്സ് കേസ് മേലുള്ള അപ്പീൽ ഇന്നുണ്ടായിരുന്നു. ബെച്ചു കുര്യൻ സാറുടെ ബെഞ്ചിലായിരുന്നു. കേസ് നമ്പർ 201. 11 മണിയോടുകൂടി തന്നെ കേസ് എടുത്തു. ഇന്ന് പ്രധാനമായും ബാങ്കുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. 3 ബാങ്കുകളും HDFC, ICICI, ആക്സിസ് ബാങ്ക്, എല്ലാ ബാങ്കുകളും ഇന്ന് ഹാജരായിരുന്നു. അവർ ഇതുവരെ ട്രഷറിയിലേക്ക് പണം കൈമാറിയിരുന്നില്ല. ട്രഷറിയിലേക്ക് പണം കൈമാറി കഴിഞ്ഞാൽ ചില ബുദ്ധിമുട്ടുകൾ, അത് പിൻവലിക്കുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ നേരിടും എന്നുള്ളത് ഹൈറിച്ചിൻ്റെ വക്കീൽ എടുത്തു പറഞ്ഞു. അപ്പോൾ അതുകൂടി പരിഗണിച്ചുകൊണ്ട് SBIയിലേക്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തിരുവനന്തപുരം മെയിൻ ബ്രാഞ്ചിലുള്ള അക്കൗണ്ടിൽ ഈ പണമെല്ലാം നിക്ഷേപിക്കാം എന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ കോടതി എത്തിയിരിക്കുന്നത്. അതിനുവേണ്ടി SBIയിൽ ഒരു അക്കൗണ്ട് തുടങ്ങാനുള്ള ഡയറക്ഷനാണ് ഇന്ന് കൊടുത്തിരിക്കുന്നത്. അത് കൈമാറണോ വേണ്ടിയോ എന്നുള്ള കാര്യങ്ങൾ അടുത്ത സിറ്റിങ്ങിൽ തീരുമാനിക്കാം എന്ന് പറഞ്ഞു. ഏതായാലും പുതിയ അക്കൗണ്ട് തുടങ്ങുക, അതിൽ സ്ഥിര നിക്ഷേപത്തിന് എത്രയാണ് ഇൻട്രസ്റ്റ് എന്നുള്ള കാര്യങ്ങൾ PP കോടതിയെ അറിയിക്കാൻ ഉള്ള നിർദ്ദേശമാണ് ഇന്ന് വന്നിരിക്കുന്നത്. എന്തായാലും കോടതി ഇന്ന് ഒരു സുപ്രധാനമായ നിരീക്ഷണം നടത്തിയിരിക്കുന്നു. ഇത് ഹൈറിച്ചിൻ്റെ പണമല്ല എന്നും ഇത് നിക്ഷേപകരുടെ, എടുത്തു പറഞ്ഞത് നിക്ഷേപകരുടെ പണമാണെന്നും, അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ യാതൊരു അവകാശവാദവും ഉന്നയിക്കാൻ സാധിക്കില്ല എന്നും ഹൈറിച്ചിൻ്റെ വക്കീലിനോട് ജഡ്ജി പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഈ ഇടക്കാല ഉത്തരവ് ബെഞ്ച് ക്ലർക്കിനോട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ജഡ്ജി പറഞ്ഞിരുന്നത്, ഹൈറിച്ച് ഡെപ്പോസിറ്റേഴ്സ് എമൗണ്ട് ലൈങ് ഇൻ വേരിയസ് ബാങ്ക്, വിവിധ ബാങ്കുകളായി കിടക്കുന്ന ഹൈറിച്ച് ഡെപ്പോസിറ്റേഴ്സിൻ്റെ പണം നിക്ഷേപിക്കാൻ വേണ്ടി ഒരു അക്കൗണ്ട് SBIയിൽ തുടങ്ങണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിനെ എതിർത്തുകൊണ്ട് ഇവരുടെ നിലവിലെ ബാങ്കുകളിലൊക്കെ ഒരു വാദം ഉന്നയിച്ചത് എന്തെന്നാൽ, ഈ ഇൻട്രസ്റ്റ് അല്ല, ഇപ്പോൾ ഉള്ള നിക്ഷേപത്തിന് അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പലിശ നൽകേണ്ടി വരും, അത് പെനാൾട്ടി നൽകേണ്ടി വരും എന്നുള്ള രീതിയിൽ ഒരു നിർദ്ദേശം വച്ചിട്ടുണ്ട്. ഒരു കാര്യം കോടതിയെ ബോധിപ്പിച്ചു. അതിനെ കോടതി നിശിതമായി വിമർശിച്ചു. നിങ്ങൾ ഏത് നിയമപ്രകാരമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾ RBIയുടെ ഡയറക്ഷൻസ് ഒന്നും നിങ്ങൾക്ക് ബാധകമല്ലേ എന്ന് കോടതി ചോദിച്ചു. അപ്പോൾ സാധാരണ പലിശയ്ക്ക് മാത്രമാണ് പിഴ കൊടുക്കേണ്ടി വരിക. ഇമ്മച്യൂറായിട്ട് FDകൾ ബ്രേക്ക് ചെയ്യുമ്പോൾ പലിശയിൽ നിന്ന് ചില ഫൈൻ ഈടാക്കും. പക്ഷേങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ടിൽ നിന്ന് യാതൊരുവിധ കട്ടിങ്ങുകളും ഉണ്ടാവില്ല. എന്നാൽ ബാങ്ക് അത്തരത്തിലുള്ള ഒരു കാര്യം ഇന്ന് കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും 3 ബാങ്കുകളും അവരുടെ പക്കലുള്ള പണം കൊടുക്കാൻ തയ്യാറായി എന്നുള്ളത് വളരെ ആശ്വാസമാണ്. അപ്പോൾ അത് ഇനി ട്രഷറിയിലാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുന്നത്. പക്ഷേങ്കിൽ ചില ട്രഷറി നിയന്ത്രണങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിടുന്ന സമയത്ത് ചിലപ്പോൾ ഇത്രയും ഭീമമായ തുക ഒരു പക്ഷേ അത്യാവശ്യത്തിന് ഉണ്ടാവില്ല എന്നുള്ള കാര്യം അത് കോടതിക്കും ഒരു സംശയമുണ്ട്. അതുകൊണ്ട് അതും കൂടി പരിഗണിച്ചാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് പണം കൈമാറുന്നത്. അത് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയം തന്നെയാണ്. എന്തായാലും കമ്പനി ഇത്ര നാളും ഇവരുടെ ബാങ്കുകളുമൊക്കെ ആയി ഒത്ത് കളിച്ച് കേസ് നീട്ടുകയായിരുന്നു. ഇന്നും കമ്പനിയുടെ വക്കീൽ പറഞ്ഞത്, ഇത് ഞങ്ങൾ ഈ കേസ് ജയിക്കുമെന്നും നമ്മൾ വാദിക്കുമെന്നൊക്കെയാണ്. പക്ഷേങ്കിൽ ഇതുവരെ അതിന് ഇനിയും സമയമായിട്ടില്ല എന്നാണ്. ഇന്ന് 25ാമത്തെ സിറ്റിംഗാണ് ഇന്ന് ഈ കേസ് കൊടുത്തതിന് ശേഷം നടക്കുന്നത്. 10 മാസം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10 മാസം കഴിഞ്ഞിരിക്കുന്നു ഈ കേസ് കൊടുത്തിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് കോടതിയിൽ നടന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന്
ഹൈറിച്ച് ലീഡർമാരൊക്കെ വളരെ പരിഭ്രാന്തിയിലാണ്. ഞാനറിയുന്ന കുറച്ച് ലീഡർമാരൊക്കെ ഇത് മനസ്സിലാക്കിയത് ഇത് വളരെ നെഗറ്റീവായ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്, ഇനി നമുക്ക് രക്ഷയില്ല എന്നുള്ള രീതിയിൽ അവരൊക്കെ ഭയങ്കര ടെൻഷനിലാണ്. അവരിൽ ചിലരൊക്കെ എന്നോട് തന്നെ തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. കമ്പനി ഞങ്ങളുടെയൊക്കെ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. അവരൊക്കെ സമ്പാദിച്ച് കൂട്ടിയതൊക്കെ നഷ്ടപ്പെടും എന്നുള്ള ഭയത്തിലാണ് അവരൊക്കെ ഇരിക്കുന്നത്. എന്തായാലും കേസ് കൊടുത്തവർക്ക് മാത്രമേ ഇത്തരം എന്നെല്ലാം കോടതിയുടെ വെരിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ബിനാമി ഇടപാടുകൾ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി കേസ് കൊടുത്തവർക്ക് മാത്രമേ ഈ ഫണ്ട് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 1-2 വർഷം ചിലപ്പോൾ ലീഡർമാർക്ക് അവരുടെ തട്ടിച്ചുണ്ടാക്കിയ, ജനങ്ങളെ വഞ്ചിച്ചുണ്ടാക്കിയ, ജനങ്ങളെ പ്രലോഭിപ്പിച്ചുണ്ടാക്കിയ സ്വത്തുക്കൾ തുടർന്നും ആസ്വദിക്കാനുള്ള സാവകാശം ലഭിക്കും. എന്തായാലും ജനങ്ങളും അല്ലെങ്കിൽ നിക്ഷേപകരും വളരെ കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ആരും തന്നെ FIR ഇടേണ്ട എന്ന് പറയുന്നില്ല. FIR ഇട്ട് കഴിഞ്ഞാൽ ഈ കമ്പനി തിരിച്ചു വരില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ലീഡർമാർ പറയുന്നത്. എന്നാൽ ആ കമ്പനി തിരിച്ചു വരണ്ട എന്നാണ് ഇതിനെ എതിർത്തുകൊണ്ട് നിക്ഷേപകരും പറയുന്നത്. കമ്പനി തിരിച്ചു വന്ന് ഇനി പൂളിംഗമോ ജനങ്ങളെ പറ്റിക്കാനോ സാധിക്കില്ല. ഇനി നമുക്ക് ഇട്ട പണമെങ്കിലും അതിൽ നിന്ന് എത്രയെങ്കിലും കിട്ടിയാൽ മതി, എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള നിലയിലേക്ക് 2 വർഷത്തിന് ശേഷം നിക്ഷേപകർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വലിയ നിക്ഷേപങ്ങളൊക്കെ നടത്തിയവരൊക്കെ ക്ലെയിം പെറ്റീഷനും FIRകളൊക്കെ ഇടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ക്ലെയിം പെറ്റീഷനുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മുടെ തൃശ്ശൂർ കലക്ട്രേറ്റിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇപ്പോഴും ക്ലെയിം പെറ്റീഷൻസ് ലഭിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അത് ഈ നിലവിലുള്ള ലിസ്റ്റിൽ ചേർക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൻ്റെ അവസാന തീരുമാനം വന്നിട്ടില്ല. അത് കോടതിയല്ല, നമ്മുടെ അഡ്വക്കേറ്റ് ജനറലിൻ്റെയും കോമ്പറ്റൻ്റ് അതോറിറ്റിയുടെയും ഡയറക്ഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അത് അവർ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ അത് പരിശോധനയോ മറ്റു കാര്യങ്ങളോ അതിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വേറെ ഒരു സുപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പക്കലുള്ള പണവും തിരികെ നൽകാനുള്ള നടപടികൾ എറണാകുളം കലക്ട്രേറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി PMLA കോടതിയിൽ PMLA ആക്ട് പ്രകാരമുള്ള അപ്ലിക്കേഷൻസ് PMLA കോടതിയിൽ അടുത്ത് തന്നെ ഇനി 28-ാം തീയതിയാണ്, ഈ 25-ാം തീയതിയോ മറ്റോ ആണ് ഈ കേസ് PMLA കോടതിയിലുള്ളത്. അതിപ്പോൾ ആ സമയത്തേക്ക് ED പിടിച്ചെടുത്ത പണം അത് ബഡ്സ് അതോറിറ്റിക്ക് കൈമാറാനുള്ള അപേക്ഷ കൊടുക്കും എന്നാണ് ഇപ്പോൾ അവസാനമായി അറിയുന്നത്. അപ്പോൾ അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നിക്ഷേപകർക്ക് ഇപ്പോൾ ക്ലെയിം പെറ്റീഷൻ കൊടുത്തവർക്കും FIR ഇട്ടവർക്കും കൊടുക്കാനുള്ള പണം തികയും. കേസ് ഇവർ വാദിക്കാതെ നീട്ടിക്കൊണ്ടുപോയാലും അതിനിടയിൽ തന്നെ നിക്ഷേപകർക്ക് പണം ലഭിക്കാനുള്ള അവസരവും ഇതുവഴി വന്നു ചേരും.